പല രീതിയിൽ ജീര റൈസ് തയ്യാറാക്കാം. എന്നാൽ വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാവുന്ന ജീര റൈസാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിളും ടേസ്റ്റിയുമായ റൈസ് തയ്യാറാക്കാനായിട്ട് 4 കപ്പ് ബാസ്മതി റൈസ് നന്നായി കഴുകി അരമണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. 10 പേർക്ക് കഴിക്കാൻ വേണ്ടതാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇനി ഒരു വലിയ പാത്രത്തിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് മെയിൻ ഇൻഗ്രീഡിയൻ്റായ ജീരകം 2 ടീസ്പൂൺ ചേർക്കുക. പൊട്ടിത്തുടങ്ങുമ്പോൾ 3 ഏലക്ക, 3 ഗ്രാമ്പു, 3 കറുവപ്പട്ട, ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കുക. എന്നിട്ട് ഒരു പച്ചമുളക്, അതുപോലെ ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞത് ഇന്നും കൂടെ ചേർക്കാം. ജീര റൈസ് ഉണ്ടാക്കുമ്പോൾ പച്ചമുളകും സബോളയും ഓപ്ഷനിലാണ്, അതില്ലാതെ ഉണ്ടാക്കാം. സബോള സോഫ്റ്റ് ആകുമ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഇതിനകത്തോട്ട് ചേർക്കുക. കൈമ റൈസ് അല്ലെങ്കിൽ ജീരശാല റൈസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനിയും 2 മിനിറ്റ് വഴറ്റുക. അരി പൊട്ടുന്ന സമയത്ത് തിളച്ച 8 കപ്പ് വെള്ളം ചേർക്കുക. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നാണ് കണക്ക്. ഒരു നാരങ്ങാനീരിൻ്റെ ജ്യൂസ് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇത് തിളപ്പിക്കുക. തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കുക. കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുക. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടെ കിടപ്പുണ്ട്, അതുപോലെ കുറച്ച് വേകാനൂടെ ഉണ്ട്. വീണ്ടും ഇളക്കിയിട്ട് അടച്ച് വേവിക്കുക. 2 മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും തുറന്ന് നോക്കുക. ഇപ്പോഴെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കുക. അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില വിതറുക. നല്ല ടേസ്റ്റിയായ റൈസ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന രുചികരമായ റൈസ് രാജ്മ കറിയോ അതുപോലുള്ള വെജിറ്റബിൾ കറിയോ അല്ലെങ്കിൽ സാലഡ്, പിക്കിള്, പപ്പട ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ്. എപ്പോഴും പ്ലെയിൻ റൈസ് തന്നെ കഴിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള റൈസ് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. ഈ റൈസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.